ഹലോ ഗൈസ്, അങ്ങനെ നാടും വീടും വിട്ട് ദുബായിലെത്തിരുന്ന മൂന്നാമത്തെ ദിവസമാണ്. ഫ്ലൈറ്റ് ഇറങ്ങിയ മുതലുള്ള വ്ളോഗ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. എന്താ ചെയ്യുക, വീട്ടുകാരും നാട്ടുകാർ വിട്ടു പോകുന്ന ആങ്ങോറ് മാറാത്തോണ്ട് ഞാൻ നിന്നില്ല. ഈ കറുത്ത ഷർട്ടിന്റെ പിന്നാലെ വരുന്ന ആളാണ് പൈസക്ക. എനിക്കൊരു ഏട്ടല്ലാത്തോണ്ട് ഞാൻ എന്റെ ഏട്ടന്റെ സ്ഥാനത്താണ് മൂപ്പരാളെ കാണുന്നത്. അത്രയും നല്ല കണക്ഷൻ ആട്ടാ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഈ നട്ടവേലത്തി ഈ രണ്ടാളും കൂടി അങ്ങോട്ടാണ്. എന്നാ കേട്ടോളൂ, നേരം പോലത്തെ നീച്ച് കിച്ചൺ കണ്ട് പോയപ്പോൾ തിന്നാണ്ടാകുള്ള ഒരു സംഭവം അവിടെ ഇല്ല. പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ നേരോട്ട് മദീന ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തു. ഞങ്ങൾക്ക് രണ്ടാൾക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുക്കള ഞങ്ങൾ കയ്യിലെടുത്തു. ഈ കപ്പിൽ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നമ്മളെ മറ്റൊരു റൂമേറ്റ് ആണ്. മൂപ്പരാൾക്ക് പണി ഉണ്ടായതുകൊണ്ട് മൂപ്പര് നേരത്തെ ഇവർ രണ്ടാളും മാമനും മോനോട് പറഞ്ഞു വിശ്വസിക്കും. ഒന്ന് വിശ്വസിക്കണം, മൂപ്പരാളെ പെങ്ങളെ മോനാണ്. അപ്പോൾ തന്നെ ചെമ്മീനും റെഡി കഴിക്കാൻ ഞങ്ങളും റെഡിയായി. ഈ തുള്ളി കളിച്ച് വരുന്ന കുഞ്ഞുപോയിന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച പേര് ശൈലി. ഇവ ഇവിടെയുള്ള എന്തോ ഒരു വലിയ സംഭവം എനിക്ക് കാണിച്ചു തരാനാണ് എന്നെ കൂട്ടിക്കൊണ്ടാവുന്നത്. അങ്ങനെയൊക്കെ പുതിയ കാർഡൊക്കെ എടുത്താൽ ഈ 2 തട്ടുള്ള ബസ് കയറി ഞങ്ങൾ നേരെ ഷാർജയ്ക്ക് വിട്ടു. ദുബായിൽ ഒന്നും എടുക്കൊന്നും തരുന്നില്ല എന്ന് ഞാൻ അവനോട് വെറുതെ ഒരു ഫോർമാലിറ്റി വെച്ചത്. അത് കേട്ടത് ഒരു കൊട്ട ഉപദേശങ്ങൾ തന്നു. ഷാർജയിൽ അവിടെ ഇവിടെ കറങ്ങി നടന്നപ്പോൾ സമയം പോയതായിരുന്നില്ല. രാത്രി ആയി അവനോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ശവായമാണെന്ന്. അങ്ങനെ അവനത് വാങ്ങി തന്നെ. പിന്നെ അവന്റെ റൂമിൽ പോയി ഞാൻ എന്റെ റൂമിൽ പോയി. ബാക്കി നാളെ കാണാൻ. ബൈ.